ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിലെ 2014 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 6, 11, 16 etc. is an arithmetic sequence. 6, 11, 16 etc. ഒരു സമാന്തര ശ്രേണിയാണ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടേം? ഇതിലെ അടുത്ത പദം ഏതാണ്? വിച്ച് ഈസ് ദ ഹയസ്റ്റ് 3-digit number in this arithmetic sequence? ഈ ശ്രേണിയുടെ ഒരു പദമായി വരുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് ഏതാണ്? 6, 11, 16 etc. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ഇറ്റ്സ് നെക്സ്റ്റ് ടേം? ഇതിലെ അടുത്ത പദം ഏതാണ്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കാണുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. 11ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 5. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? 5. 6ന്റെ കൂടെ 5 കൂട്ടിയാൽ 11. 11ന്റെ കൂടെ വീണ്ടും 5 കൂട്ടിയാൽ 16. 16ന്റെ കൂടെ വീണ്ടും 5 കൂട്ടിയാൽ നമുക്ക് നെക്സ്റ്റ് ടേം അഥവാ ഫോർത്ത് ടേം കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ടേം ഈക്വൽ ടു 16 പ്ലസ് 5 എത്രയാണ്? 21. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഹയസ്റ്റ് 3-digit number in this arithmetic sequence? ഈ ശ്രേണിയുടെ ഒരു പദമായി വരുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ 8ാമത്തെ പോയിന്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? ആൾ ടേംസ് ഓഫ് എ സീക്വൻസ് ഹാവ് ഈക്വൽ റിമൈൻഡർ വെൻ ദ ടേംസ് ആർ ഡിവൈഡഡ് ബൈ ദ കോമൺ ഡിഫറൻസ്. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ എല്ലാ പദത്തിനെയും അതിന്റെ പൊതുവ്യത്യാസം കൊണ്ട് നമ്മൾ ഹരിക്കുകയാണെങ്കിൽ എല്ലാ പദത്തിനും ഒരേ ശിഷ്ടമായിരിക്കും കിട്ടുക. അതായത് ഇപ്പോൾ ഈ സമാന്തര ശ്രേണി തന്നെ നോക്കാം. 6നെ പൊതുവ്യത്യാസമായ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 6ൽ എത്ര? 5 ഉണ്ട്? 1. 1 × 5 5. 6ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 1. 6നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ശിഷ്ടം എത്രയാണ്? 1 ആണ്. അതുപോലെ 11നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 11ൽ എത്ര? 5 ഉണ്ട്? 2. 2 × 5 എത്രയാണ്? 10. 11ൽ നിന്ന് 10 പോയാൽ 1. അതുപോലെ തന്നെ ഈ ശ്രേണിയിലെ ഏതൊരു ടേമിനെയും ഏതൊരു പദത്തെയും 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം 1 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു പദം തന്നു കഴിഞ്ഞാൽ അത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഈ സമാന്തര ശ്രേണിയിലെ പദമാണോ എന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് 3-digit നമ്പർ ഏതാണ്? 990. അപ്പോൾ ആദ്യം തന്നെ 999 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു പദമാണോ നോക്കാം. എങ്ങനെ? 999നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 1 ആണ് റിമൈൻഡർ കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് പറയാം? 999 ആണ് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഏറ്റവും ഹയസ്റ്റ് 3-digit നമ്പർ എന്ന് പറയാം. അപ്പോൾ 9ൽ എത്ര? 5 ഉണ്ട്? 1. 1 × 5 5. 9ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 4. 9 ഇറക്കിയത്. 49ൽ എത്ര? 5 ഉണ്ട്? 9. 9 × 5 എത്രയാണ്? 45. ഇനി 49ൽ നിന്ന് 45 പോയാൽ എത്ര വരും? 4. വീണ്ടും 9 ഇറക്കി എഴുതി. 49ൽ എത്ര? 5 ഉണ്ട്? 9. 9 × 5 എത്രയാണ്? 45. 49ൽ നിന്ന് 45 പോയാൽ 4. അപ്പോൾ 999നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ റിമൈൻഡർ അഥവാ ശിഷ്ടം എത്രയാണ്? 4 ആണ്. ഇനി ഇവിടെ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് 998നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. എത്രയായിരിക്കും? 4ൽ നിന്ന് 1 പോയത് എത്രയാ? 3. വീണ്ടും അടുത്തിട്ട് 997നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 3ൽ നിന്ന് 1 കുറച്ചത് 2. ഇനി 996നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ അപ്പൊ എത്ര കിട്ടും? 2ൽ നിന്ന് 1 പോയത് 1. അതുപോലെ 995നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 0. വീണ്ടും 994നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? റിമൈൻഡർ 4. ഓക്കെ, അതേപോലെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. 4 3 2 1 0. വീണ്ടും 4 3 2 1 0 എക്സെട്ര. ഇങ്ങനെ റിമൈൻഡേഴ്സ് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഖ്യ 5 ആയതുകൊണ്ടാണ് 0 1 2 3 4 വരെ റിമൈൻഡേഴ്സ് വരുന്നത്. 6 ആയിരുന്നെങ്കിലോ 5 വരെ റിമൈൻഡേഴ്സ് വരുമായിരുന്നു. 7 ആണെങ്കിലോ 6 വരെ റിമൈൻഡേഴ്സ് വരുമായിരുന്നു. ഇവിടെ 5 ആയതുകൊണ്ടാണ് 0 1 2 3 4 വരെ റിമൈൻഡേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് കണക്ക് കൂട്ടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റിമൈൻഡേഴ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ ഇനി റിമൈൻഡർ 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സംഖ്യ ഏതാണ്? 996. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹയസ്റ്റ് 3-digit നമ്പർ അഥവാ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ, ഈ ശ്രേണിയിലെ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണെന്ന് പറയാം? 996.
96 ആണെന്ന് പറയാം. അതായത് 996 ഈ ശ്രേണിയിലെ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, fifth term of an arithmetic sequence is 40 and 10th term is 20. What is the 15th term? ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 40ഉം 10ാം പദം 20ഉമാണ്. ഈ ശ്രേണിയുടെ 15ാം പദം എത്രയാണ്? അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് 15th term equal to 40. അതുപോലെ 10th term equal to 20. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 15th term equal to, നമുക്കറിയാം nth term കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? dn plus f minus d. d എന്താണ്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം. n എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് n. f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. അപ്പോൾ ഇവിടെ നമുക്ക് n മാത്രമേ അറിയുകയുള്ളൂ. കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും നമുക്ക് എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. ഇതിലെ 6ാമത്തെ പോയിന്റ്, രണ്ട് ടേംസുകളും അതിന്റെ പൊസിഷൻസും തന്നിട്ടുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, അതായത് ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ അതിന്റെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് പദങ്ങൾ ഏതൊക്കെയാണ്? 40ഉം 20ഉം. അപ്പോൾ 40 മൈനസ് 20 ആണ് ടേം ഡിഫറൻസ് അഥവാ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി അവയുടെ പൊസിഷൻസ് അഥവാ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 40ന്റെ സ്ഥാനം അഥവാ പൊസിഷൻ എത്രയാണ്? 5 ആണ്. 20ന്റെ പൊസിഷൻ 10 ആണ്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് എന്ത് വരും? 5 മൈനസ് 10. ഇനി 40ൽ നിന്ന് 20 പോയാൽ 20, 5ൽ നിന്ന് 10 പോയാൽ -5. 20/5 എത്രയാണ്? -4. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ്? -4. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? d കണ്ടുപിടിച്ചു, n കണ്ടുപിടിച്ചു. ഇനി നമുക്ക് f കണ്ടുപിടിക്കണം, ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. f നമ്മൾ ഫിഫ്ത്ത് ടേം യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഫിഫ്ത്ത് ടേം ഈക്വൽ ടു 40 ആണെന്ന് തന്നിട്ടുണ്ട്. nth ടേമിന്റെ ഇക്വേഷൻ എന്താണ്? dn പ്ലസ് f മൈനസ് d ഈക്വൽ ടു 40 ആണ്. d നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, -4 ഇൻറ്റു n എന്താണ്? ഫിഫ്ത്ത് ടേം ആണ്, അപ്പൊ n 5 പ്ലസ് f നമുക്ക് അറിയില്ല, -4 ഈക്വൽ ടു 40. ഇനി -4 ഇൻറ്റു 5 എത്രയാണ്? -20 പ്ലസ് f പ്ലസ് 4 ഈക്വൽ ടു 40. ഇനി ഇതിൽ നിന്ന് നമ്മൾ f കണ്ടുപിടിക്കുകയാണ്. 40 -20 അങ്ങോട്ട് പോകുമ്പോൾ +20 പ്ലസ് 4 ഈക്വൽ ടു ഇപ്പുറത്ത് വരുമ്പോൾ -4. അപ്പോൾ 40 പ്ലസ് 20 എത്രയാണ്? 60. 60ൽ നിന്ന് 4 പോയാൽ 56. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ ടേമിന്റെ ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം -4ഉം ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം 56ഉമാണെന്ന് പറയാം. വെച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് 15th ടേം കണ്ടുപിടിക്കാം. -4 ഇൻറ്റു n എന്താണ്? 50 പ്ലസ് f എന്താണ്? 56 മൈനസ് -4 ഈക്വൽ ടു -4 ഇൻറ്റു 15 എത്രയാണ്? -60 പ്ലസ് 56 -4 എന്ത് വരും? 56 പ്ലസ് 4 വരും. 56 പ്ലസ് 4 എത്രയാണ്? 60. -60 പ്ലസ് 60 എന്താണ്? 0. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ 15th ടേം അഥവാ 15ാം പദം 0 ആണെന്ന് പറയാം. ഇനി അടുത്ത ചോദ്യം, ഹൗ മെനി ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ആഡഡ് ടു ഗെറ്റ് ദ സം 0? ഈ സമാന്തര ശ്രേണിയിലെ എത്ര പദങ്ങൾ കൂട്ടിയാൽ തുക 0 കിട്ടും? സമ കാണാൻ നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. സം ഓഫ് nth ടേം ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സമ്മ് നമുക്ക് എത്ര കിട്ടണം? 0 കിട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ടേംസ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ n കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ n/2 ഇൻറ്റു 2 ഇൻറ്റു f എത്രയാണ്? ഫസ്റ്റ് ടേം 56 പ്ലസ് n മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? -4 ഈക്വൽ ടു 0. n/2 ഇൻറ്റു 2 ഇൻറ്റു 56 എത്രയാണ്? 112 പ്ലസ് -4 ഇൻറ്റു n എത്ര വരും? -4n -1 ഇൻറ്റു -4 പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? n/2 ഈക്വൽ ടു 0 ഓർ
112 മൈനസ് 4n മൈനസ് 4 ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. n/2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? n ഈക്വൽ ടു 0. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയുന്നത് നമ്പർ ഓഫ് ടേംസ് 0 ആണെങ്കിൽ സമ്മ് 0 ആണ്. ഇനി അതർവൈസ് അല്ലാതെ 112 പ്ലസ് 4 എത്ര വരും? 116. 116 മൈനസ് 4n ഈക്വൽ ടു 0. അപ്പോൾ 4n എന്ന് പറയുന്നത് എന്താണ്? 116. therefore n ഈക്വൽ ടു 116/4 ഈക്വൽ ടു 29. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 29 നമ്പർ ഓഫ് ടേംസുകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സം അഥവാ തുക 0 കിട്ടുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, write the algebraic expression of the arithmetic sequence 8, 11, 14, etc. 8, 11, 14, etc. എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം 8, 11, 14, etc. ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എന്താണ്? 8 ആണ്. ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, രണ്ടാം പദം മൈനസ് ആദ്യ പദം. 11 മൈനസ് 8 എത്രയാണ്? 3. അപ്പോൾ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദവും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസവും കിട്ടി. ഇനി ആൾജിബ്രായിക് ഫോം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ ടേബിളിലെ രണ്ടാമത്തെ പോയിന്റ് ആൾജിബ്രായിക് ഫോം ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ടി. ഇനി ഡി എത്രയാണ്? 3. n പ്ലസ് എഫ് എത്രയാണ്? 8 മൈനസ് 3 ഈക്വൽ ടു 3n പ്ലസ് 8ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 5. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3n പ്ലസ് 5. അടുത്ത ചോദ്യം, is 121 a term of a sequence? 121 ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണോ എന്നാണ് ചോദിക്കുന്നത്. അതായത് nth ടേമിന്റെ ഇക്വേഷൻ ആണ് 3n പ്ലസ് 5. ഓക്കെ, അപ്പോൾ 121 ഈ സീക്വൻസിലെ ഒരു ടേം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3n പ്ലസ് 5 121 ആയിരിക്കും. അതായത് എന്നിന് ഏതെങ്കിലും ഒരു വാല്യൂ പോസിറ്റീവ്, കറക്റ്റ് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അത്രാമത്തെ ടേം ആണ് 121 എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഇനി ഇത് വെച്ചിട്ട് n കണ്ടു നോക്കാം. 3n ഈക്വൽ ടു 121 നിന്ന് 5 പോയാൽ എത്രയാണ്? 16. ഓക്കെ, അപ്പോൾ 3n ഈക്വൽ ടു 116. ഇനി n ഈക്വൽ ടു 116 ഡിവൈഡഡ് ബൈ 3 എത്ര വരും? 38.66667 എക്സെട്ര ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേംസ് ഒരിക്കലും ഒരു പോയിന്റ് ഉള്ള ഒരു സംഖ്യ ആവില്ല. അതൊരു ഫിക്സഡ് അല്ലെങ്കിൽ ഒരു കറക്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ മാത്രമേ നമ്പർ ഓഫ് ടേംസ് ആവുകയുള്ളൂ. അതായത് 1, 2, 3 എക്സെട്ര നമ്പേഴ്സ് മാത്രമേ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 121 ഈ ടേം ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി ടേം ഓഫ് ദിസ് സീക്വൻസ് ഇസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ ശ്രേണിയിലെ ഒരു പദത്തിന്റെ വർഗ്ഗം ശ്രേണിയിലെ പദമാവില്ല എന്ന് സമർത്ഥിക്കുക. എങ്ങനെയാണ്? നമുക്കറിയാം nth ടേം നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്താണ്? 3n പ്ലസ് 5. ഇതാണ് ഈ സീക്വൻസിലെ ഒരു ടേം. ഓക്കെ, ഇതിൽ എന്നിന്റെ സ്ഥാനത്ത് ഓരോന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടേംസുകൾ കിട്ടും. അപ്പോൾ ഇതിന്റെ സ്ക്വയർ, ഓക്കെ, ഇതിന്റെ സ്ക്വയർ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 121ന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിലും 3n പ്ലസ് 5 ഹോൾ സ്ക്വയർ സോൾവ് ചെയ്യുമ്പോൾ എന്നിന്റെ വാല്യൂ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീജർ, ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ക്വയർ ഓഫ് എനി ടേം എന്താണ്? ഈ സീക്വൻസിലെ ഒരു ടേം ആണെന്ന് പറയാം. ഓക്കെ, ഇനി എന്നിന്റെ ഒരു കറക്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ കിട്ടിയില്ല, ഇതേപോലെ പോയിന്റോ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പറോ ഒക്കെയാണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം? 3n പ്ലസ് 5 ഹോൾ സ്ക്വയർ, അതായത് സ്ക്വയർ ഓഫ് എനി ടേം അഥവാ ഒരു പദത്തിന്റെ വർഗ്ഗം ഈ ശ്രേണിയിലെ പദമാവില്ല എന്ന് പറയാം. അപ്പൊ ഇനി നമുക്കിത് സോൾവ് ചെയ്ത് നോക്കാം. a പ്ലസ് ബി ഹോൾ സ്ക്വയർ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെയാണ്? a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് സോൾവ് ചെയ്യുക. ഇനി അതേപോലെ ഇതിനൊക്കെ സോൾവ് ചെയ്യാം. എങ്ങനെ? 3n ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3n ഇൻറ്റു 5 പ്ലസ് 5 സ്ക്വയർ. ഇനി 3n ഹോൾ സ്ക്വയർ, 3ന്റെ സ്ക്വയർ എത്രയാണ്? 9, 9n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 5 30, 30n പ്ലസ് 5 സ്ക്വയർ 25.
ഇനി ഈ ഇക്വേഷൻ നമുക്കറിയാം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നോക്കാം. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ എക്സിന്റെ വാല്യൂ കാണാനുള്ള ഫോർമുലയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. എങ്ങനെയാണ് കാണുക? എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a. ഓക്കെ, ഇതിനെ കുറിച്ച് വിശദമായി നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരം നമ്മുടെ ഇക്വേഷനിൽ എ ബി സി എന്തൊക്കെയാണ്? എ ഈക്വൽ ടു 9 ആണ്, ബി ഈക്വൽ ടു 30 ആണ്, സി ഈക്വൽ ടു 25 ആണ്. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂസ് കാണാം. എൻ ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a ഈക്വൽ ടു മൈനസ് 30 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 30² മൈനസ് 4 into 9 into 25 whole divided by 2 into 9 equal to minus 30 plus or minus root of 30 square എത്രയാണ്? 900 minus 4 into 9 into 25 എത്രയാണ്? 900 divided by 80 equal to minus 30 plus or minus 900 minus 900 എത്രയാണ്? 0. 0ന്റെ റൂട്ട് 0 തന്നെ. അപ്പോൾ ഇവിടെ മൈനസ് 30 മാത്രം അവശേഷിക്കും. മൈനസ് 30 ഡിവൈഡഡ് ബൈ 18 ഈക്വൽ ടു മൈനസ് 1.666 എക്സെട്ര എന്നൊരു വാല്യൂ ആണ് കിട്ടുക. ഇവിടെ നമുക്ക് മൈനസ് 1.666 കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ഇവിടെ നമുക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. മൈനസ് 30/80. ഒരിക്കലും ഒരു നമ്പർ ഓഫ് ടേംസ് ഒരു നെഗറ്റീവ് വാല്യൂ ആവുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? 3n plus 5 whole square. അതായത് സ്ക്വയർ ഓഫ് എനി ടേം ഓഫ് ദിസ് സീക്വൻസ് ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. ഈ ശ്രേണിയിലെ ഒരു പദത്തിന്റെയും വർഗം ശ്രേണിയിലെ പദമാവില്ല എന്ന് പറയാം. നാലാമത്തെ ചോദ്യം 6, 10, 14, etc. is an arithmetic sequence. What is the sum of first n terms of this sequence? How many first consecutive terms of this sequence add up to get the sum of 240? Is 250 is a sum of first consecutive terms of this sequence. 6, 10, 14, etc. എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ഈ ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക എന്താണ്? ഈ ശ്രേണിയിലെ ആദ്യത്തെ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാൽ തുക 240 കിട്ടും? ഈ ശ്രേണിയിലെ ആദ്യത്തെ തുടർച്ചയായ കുറച്ച് പദങ്ങളുടെ തുക 250 ആകുമോ? എന്തുകൊണ്ട്? ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ആൾജിബ്രായിക് ഫോം ഓഫ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ആദ്യത്തെ n പദങ്ങളുടെ തുക കാണാനുള്ള ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്താണ്? 6, 10, 14 എക്സെട്ര. ഇനി ഇതിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ഏതാണ്? 6. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്താണ്? പൊതുവ്യത്യാസം രണ്ടാം പദം മൈനസ് ആദ്യ പദം, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇവിടെ സെക്കൻഡ് ടേം എന്താണ്? 10. ഫസ്റ്റ് ടേം എന്താണ്? 6. 10ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 4. ഇനി സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ബീജഗണിത രൂപം അഥവാ ആൾജിബ്രായിക് ഫോം. നമുക്കറിയാം മൂന്നാമത്തെ പോയിന്റ് സം ഓഫ് nth ടേം കാണാൻ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്തത് n/2 into f plus l. f എന്താണ്? ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം. l എന്താണ്? ലാസ്റ്റ് ടേം അഥവാ അവസാന പദം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? n/2 into 2f plus n-1 into d. ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പോസിബിൾ ആണ്, കാരണം ലാസ്റ്റ് ടേം നമുക്ക് അറിയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യും. സം ഈക്വൽ ടു സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഈക്വൽ ടു n/2 into 2f plus n-1 into t ഈക്വൽ ടു n അതുപോലെ എഴുതി ഇൻറ്റു 2 into f എന്താണ്? 6 പ്ലസ് n-1 into t എന്താണ്? 4 ഈക്വൽ ടു n/2 into 2 into 6 എന്താണ്? 12 പ്ലസ് 4 into n-1നെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 4 into n 4n -1 into 4 -4 ഈക്വൽ ടു 12 into n/2. n/2നെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യാം. ഇനി 4n into n/2 മൈനസ് 4 into n/2 ഈക്വൽ ടു 12/2 എന്താണ്? 12ന്റെ പകുതി 6n പ്ലസ് 4n into n/2 എന്ത് വരും? 4ന്റെ പകുതി 2n into n n square മൈനസ്
4ന്റെ പകുതി 2n ഈക്വൽ ടു 2n² ആദ്യം എഴുതി 6n മൈനസ് 2n എന്ത് വരും? 6n - 2 എത്രയാണ്? 4 പ്ലസ് 4n. അപ്പോൾ ഇതാണ് നമ്മുടെ സമ്മിന്റെ ആൾജിബ്രായിക് ഫോം 2n² പ്ലസ് 4n. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ആഡഡ് ടു ഗെറ്റ് ദ സം ഓഫ് 240? ഈ ശ്രേണിയിലെ ആദ്യത്തെ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാൽ തുക 240 കിട്ടും? അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീക്വൻസ് എത്രയായിരുന്നു? 2n² പ്ലസ് 4n ഈക്വൽ ടു 240. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് n-നെ കണ്ടുപിടിക്കാം. 2n² പ്ലസ് 4n മൈനസ് 240 ഈക്വൽ ടു 0. എങ്ങനെയാണ് ഇതിന്റെ n-നെ കണ്ടുപിടിക്കുക? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട്. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെങ്കിൽ ഇതിലെ x-നെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac എന്നാണ്, ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ a എന്താ? 2, b എന്താണ്? 4, c എന്താണ്? മൈനസ് 240. ഇനി n കാണാൻ ഉള്ള ഇക്വേഷൻ n ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a ഈക്വൽ ടു മൈനസ് ബി എന്താണ്? മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4² മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 240 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഈക്വൽ ടു മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4² എത്രയാണ്? 16 മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 240 എത്രയാണ്? 1920. ഇവിടെ 240 മൈനസ് ഉള്ളത് കൊണ്ട് തന്നെ മൈനസ് 1920 ഹോൾ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 16 മൈനസ് 1920 എന്ത് വരും? 16 പ്ലസ് 1920 അതെത്രയാണ്? 1936 ഡിവൈഡഡ് ബൈ 4. ഇനി 1936ന്റെ റൂട്ട് എന്താണ്? 44, കാരണം 44ന്റെ സ്ക്വയർ ആണ് 1936. ഓക്കെ, അപ്പോൾ മൈനസ് 4 പ്ലസ് ഓർ മൈനസ് 44 ഡിവൈഡഡ് ബൈ 4 എന്നാണ് നമുക്ക് എന്നിന്റെ ഇക്വേഷൻ കിട്ടിയത്, എന്നിന്റെ ഉത്തരമായിട്ട് കിട്ടിയത്. അപ്പോൾ എന്നിന് രണ്ട് ഉത്തരങ്ങൾ, ഒന്നാമത്തത് -4 മൈനസ് 44 ബൈ 4, അതല്ലെങ്കിൽ -4 പ്ലസ് 44 ബൈ 4. ഇനി -4 മൈനസ് 44 എന്ത് വരും? -48. -48 ഡിവൈഡഡ് ബൈ 4 എന്താണ്? -12. അതുപോലെ -4 പ്ലസ് 44 മൈനസ് 4 എത്രയാണ്? 40 ബൈ 4 എത്ര വരും? 10. അപ്പോൾ എന്നിന് രണ്ട് വാല്യൂസ് കിട്ടി, -12 10. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് അഥവാ പദങ്ങളുടെ എണ്ണമാണ്. അതൊരിക്കലും നെഗറ്റീവ് നമ്പർ വരില്ല. അതുകൊണ്ട് തന്നെ n ഈക്വൽ ടു 10 ആണ് ആൻസർ. അപ്പോൾ നമ്പർ ഓഫ് ഫസ്റ്റ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദിസ് സീക്വൻസ് ആഡഡ് ടു ഗെറ്റ് ദ സം ഓഫ് 250 240 ഈസ് 10. അതായത് ആദ്യത്തെ തുടർച്ചയായ 10 പദങ്ങൾ കൂട്ടിയാൽ തുക 240 കിട്ടും എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് കിട്ടിയൊരു കാര്യം എന്താണ്? സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് എത്രയാണ്? 240 ആണ് എന്നാണ് നമുക്ക് ബിയിൽ കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 11 ടേംസ് എത്രയായിരിക്കും? 240ന്റെ കൂടെ നമ്മുടെ കോമൺ ഡിഫറൻസ് അഥവാ ഒരു പൊതു വ്യത്യാസം കൂട്ടിയാൽ മതി. 240 പ്ലസ് 4 എത്ര വരും? 244. അതുപോലെ സം ഓഫ് ഫസ്റ്റ് 12 ടേംസ് എത്രയാണ് വരിക? വീണ്ടും 244ന്റെ കൂടെ 4 കൂട്ടിയാൽ 248. ഇനി സം ഓഫ് ഫസ്റ്റ് 13 ടേംസ് എത്രയാണ് വരിക? 248ന്റെ കൂടെ വീണ്ടും 4 കൂട്ടിയാൽ എത്ര വരും? 252. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് is 250 is a sum of first consecutive terms of this sequence.
ഈ ശ്രേണിയിലെ ആദ്യത്തെ തുടർച്ചയായ കുറച്ച് പദങ്ങളുടെ തുക 250 ആകുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 12 ടേംസിന്റെ ഫസ്റ്റ് 12 ടേംസിന്റെ തുക 248 ആണ്. പിന്നീട് വരുന്ന 13 ടേംസിന്റെ തുക 252 ആണ്. ഇവിടെ 250 വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നോ, 250 is not a sum of first consecutive terms of this sequence. ഈ ശ്രേണിയിലെ ആദ്യത്തെ തുടർച്ചയായ കുറച്ചു പദങ്ങളുടെ തുക 250 ആവുകയില്ല എന്ന് പറയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടുകൂടി അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിലെ 2025 മുതൽ 2014 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത പാഠമായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠം ചർച്ച ചെയ്യുന്നതാണ്. താങ്ക് യു.